ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. 5 to 7 ക്വസ്റ്റ്യൻസ് വരെ 1 മാർക്ക് ക്വസ്റ്റ്യനായി എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഓരോ ചാപ്റ്ററിലെയും എക്സ്പെക്റ്റഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വീഡിയോസ് കാണുക. കാരണം തിയറി പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the smallest equivalence relation defined on the set A equal to set 1,2,3 is dash. നമുക്കറിയാം, ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആകണമെങ്കിൽ ആ റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. സോ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്യാപിറ്റൽ R ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1,1 2,2 3,3 ഇതാണ് ഇതിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ. ക്ലിയർലി ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ്. Since every element is related to itself, therefore this relation is reflexive. എക്ക് ബിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തിരിച്ച് ബിക്ക് എയുമായിട്ടും ബന്ധമുണ്ട് എല്ലാ ഓർഡേർഡ് പെയർസിനും. സോ ദിസ് റിലേഷൻ ഈസ് സിമെട്രിക്. ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ക്ലിയർലി ഇത് ട്രാൻസിറ്റീവുമാണ്. സോ ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ്, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ. സെറ്റ് 1 2 3 4 ആണെങ്കിൽ സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ എന്തായിരിക്കും? 1 1 2 2 3 3 4 4. വളരെ ഈസി ആയിട്ട് എഴുതുവാൻ സാധിക്കും. The largest equivalence relation defined on the set A is സ്മോളസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ ലാർജസ്റ്റ് എന്തായിരിക്കും? A cross A ആയിരിക്കും. A cross A എല്ലാ പോസിബിലിറ്റീസും വരും. സോ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ. ഇപ്പോൾ A ഈക്വൽ ടു 1 2 3 ആണെങ്കിൽ ലാർജസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ എന്ന A cross A. അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 9 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്: find the number of all onto functions from the set 1 2 3 etc n to itself. The number of onto function from this set to this set is n factorial. Okay. Next one: a function f is invertible if and only if f is dash. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൈജക്റ്റീവ്. എന്താണ് ബൈജക്റ്റീവ്? ഒരു ഫംഗ്ഷൻ 1 1 ഉം 2 ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇതൊക്കെ ഒൺ വേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ: ലെറ്റ് f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻഡ് ബൈ f of x equal to x raised to 4. ചൂസ് ദ കറക്റ്റ് ആൻസർ. അല്ലെ, 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ? x raised to 4 എന്ന ഫംഗ്ഷൻ കാണുമ്പോൾ അതിന്റെ ഷേപ്പ് മനസ്സിലേക്ക് വേണം. x സ്ക്വയർ, x raised to 4, x raised to 6 ഇങ്ങനെ ഈവൻ പവേഴ്സ് വരുന്നത് എല്ലാം എന്തായിരിക്കും? യു ഷേപ്പ് കർവുകൾ ആയിരിക്കും. അപ്പോൾ x raised to 4 എന്ന് പറയുന്ന കർവ് ഏകദേശം ഈ ഷേപ്പ് ആയിരിക്കും. ഈ ഫംഗ്ഷൻ 1 1 ആണോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. therefore not 1 1. അപ്പോൾ ഇതെന്തല്ല? 1 1 അല്ല. നെക്സ്റ്റ്: ഇത് 1 2 ആണോ? ഇവിടെ കോഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാ അല്ലെ? ഈ ഫംഗ്ഷന്റെ കോഡൊമൈൻ ക്യാപിറ്റലാ. റേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പർ ക്യാപിറ്റൽ ആർ അല്ല. റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? 1 2 അല്ല. അപ്പൊ 1 1 അല്ല, 1 2 അല്ല. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? എഫ് ഈസ് നോട്ട് 1 1 ആൻഡ് നോട്ട് 1 2. എന്നാൽ x ക്യൂബ്, x raised to 5, x raised to 7 എക്സെട്ര അങ്ങനെ വരുന്ന ഫംഗ്ഷൻ എല്ലാം 1 1 ആയിരിക്കും, 1 2 ആയിരിക്കും. ഇഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ. x സ്ക്വയർ, x raised to 4, x raised to 6 അങ്ങനെ ഈവൻ പവേഴ്സ് വരുന്ന ഫംഗ്ഷന്റെ എല്ലാം പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടി നോട്ട് 1 1 ആൻഡ് നോട്ട് 1 2. ഓക്കെ, നെക്സ്റ്റ് വൺ: ലെറ്റ് R be the relation in the set capital N natural number given by capital R equal to ordered pair a comma b such that a equal to b minus 2 comma b greater than 6. ഇവിടെ എയും ബിയും എന്തായിരിക്കണം? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. ചൂസ് ദ കറക്റ്റ് വൺ. ഈ റിലേഷനുള്ള എലമെന്റ് ഏതാണ്? ഓക്കെ, ഇവിടെ b ഗ്രേറ്റർ ദാൻ 6 ആണ്. അപ്പൊ ബിക്ക് നമുക്ക് 6-നേക്കാളും വലിയൊരു നമ്പർ കൊടുക്കാം. 6-നേക്കാളും വലിയ നമ്പർ 7. ഇവിടെ 7 കൊടുത്താൽ എയുടെ വാല്യൂ എന്ത് വരും? a equal to 7 minus 2 5. A 5 ആയിട്ടുള്ള ഏതെങ്കിലും ഓർഡേർഡ് പെയർ ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് 7 കൊടുത്തു കഴിഞ്ഞു, അടുത്ത് 8 കൊടുക്കുക. ബിക്ക് 8 കൊടുക്കുക. 8 കൊടുത്താൽ 8 minus 2 6 എന്ന് കിട്ടും. അതായത് A 6 കിട്ടുമ്പോൾ ബി കോർഡിനേറ്റ് 8, 6,8
6,8 എന്നൊരു എലമെന്റ് ഇവിടെ ഉണ്ട്. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ബിക്ക് 6-നേക്കാളും വലിയ വാല്യൂസ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ വാല്യൂ കണ്ടെത്തുക. അതിൽ ഏതാണ് ഇവിടെ തന്നിട്ടുള്ള ഓർഡയുടെ പെയർ നോക്കുമ്പോൾ 6,8 ആണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള one word question. The principal value branch of cos inverse x is, നിങ്ങൾക്കറിയാം ക്ലോസ്ഡ് ഇന്റർവൽ 0,π. സൈൻ ഇൻവേഴ്സ് x ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ -π/2, +π/2. നെക്സ്റ്റ് ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് √3. tan എന്തിന്റെ വാല്യൂ ആണ്? √3. നിങ്ങൾക്കറിയാം tan 60 ഡിഗ്രി ആണ് √3. സോ tan ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ഓർ π/3. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്താലും ആൻസർ കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് sin 3π/5. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് sin x ഈക്വൽ ടു x ആണ്. പക്ഷേ x എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തായിരിക്കണം. അതായത് -90ക്കും +90ക്കും അകത്തായിരിക്കണം. ഇവിടെ 3π/5 അങ്ങനെയല്ല. സോ അങ്ങനെ വന്നാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, π - 3π/5 കണ്ടാൽ മതി. π - 3π/5 എന്ന് പറഞ്ഞാൽ 2π/5 എന്ന് കിട്ടും. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. ഇതിന്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് അത് ഡിഗ്രിയിലാക്കി സൈൻ ഓഫ് ദാറ്റ് വാല്യൂ കണ്ടിട്ട് അതിന്റെ ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി മെഷറിൽ ആൻസർ കിട്ടും. അങ്ങനെ ചെയ്താൽ മതിയാകും. സോ നെക്സ്റ്റ് വൺ, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് x. ഞാനിപ്പോ സൂചിപ്പിച്ചു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ x x. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് x അതും എന്ത് തന്നെയാണ്? x. പക്ഷേ x എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1,1 ആയിരിക്കണം. x എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ -1,1. ഈ ഇന്റർവൽ ഒക്കെ ചോദിക്കാം. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് x ഈക്വൽ ടു x ഇഫ് x ബിലോങ്സ് ടു ഡാഷ്. if x belongs to closed interval -1,1. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു one word question എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. Order of the matrix A equal to 2/3, order of B 3/2, then order of AB equal to dash. അപ്പോൾ order of A 2/3, order of B എന്താണ്? 3/2. ഇത് രണ്ടും ഒന്ന് സർക്കിൾ ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് പോസിബിൾ. എങ്കിൽ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ്, അതായത് ആൻസർ 2/2. അതായത് ഓർഡർ ഓഫ് എ ബി എന്ന് പറയുന്നത് ആദ്യത്തെ മെട്രിക്സിലെ റോയുടെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണത്തിനും ഈക്വൽ ആയിരിക്കും. അതായത് 2/2. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. If A and B are symmetric matrices of the same order, then AB minus BA is skew symmetric matrix ആയിരിക്കും. Okay. Next, order of A equal to 3/3, then determinant KA, very important one, where K is a constant. അപ്പോൾ K raised to 3 into determinant A. Order 3/3 ആയതുകൊണ്ടാണ് K cube into determinant A. Order of A 2/2 ആണെങ്കിൽ ആൻസർ എന്ത് വരും? K square into determinant A. Order of A 3/3, then determinant at J. Order of A n/n ആണെങ്കിൽ determinant at J കാണുന്ന ഫോർമുല determinant A raised to n-1. അപ്പോൾ determinant A raised to 3-1. ആൻസർ determinant A square എന്ന് കിട്ടും. A into at J equal to at J into A equal to dash. ആൻസർ എന്താണ്? determinant A into I. പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു one more ഉണ്ട്. ഒരു മെട്രിക്സ് സിംഗുലാർ മെട്രിക്സ് ആകണമെങ്കിൽ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എന്തായിരിക്കണം? 0. ഈ റിസൾട്ടുകളൊക്കെ അറിയണം. നെക്സ്റ്റ് കണ്ടിന്യൂറ്റിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. Give an example for a function which is continuous but not differentiable. നമുക്കറിയാം മോഡുലസ് ഫംഗ്ഷൻ. ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരികയാണ് അല്ലെ. ഒരു കർവ് വരയ്ക്കുമ്പോൾ അതിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇവിടെ mod x എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 എന്ന് പറയുന്ന പോയിന്റിൽ നോട്ട് ഡിഫറൻഷ്യബിൾ. എന്നാൽ കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഈ ഗ്രാഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ ഒത്തിരി എക്സാമ്പിൾസ് എഴുതാം. mod x +2, mod x -2, മോഡുലസ് ഓഫ് x +2. ഈ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. ഒരു എക്സാമ്പിൾ മാത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. A matrix A is singular. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഡിറ്റർമിനന്റ് A എന്തായിരിക്കും? 0. നെക്സ്റ്റ് d/dx of e raised to log x. d/dx of e raised to log x. ആദ്യം ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതൊരു പ്രോപ്പർട്ടിയാണ്. e raised to log x എന്ന് പറഞ്ഞാൽ x എന്ന് എഴുതാം. e raised to log x cube ആണെങ്കിൽ x cube എന്ന് എഴുതാം. അപ്പോൾ d/dx of ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം x. ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. നെക്സ്റ്റ് വൺ, d/dx of e raised to sin inverse x. ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലെ. ഈ സൈൻ ഇൻവേഴ്സ് എക്സിന് എക്സ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ e raised to x അതിന്റെ ഡെറിവേറ്റീവ് അത് തന്നെ e raised to x. എക്സിന്റെ പ്ലേസിൽ ആ ഫംഗ്ഷൻ അതുപോലെ റീപ്ലേസ് ചെയ്യുക. ഇൻടു x എന്ന് അസ്യൂം ചെയ്ത ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√1 - x². ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്.
Next one, a function f of x is increasing in capital R if dash. എന്താണ് condition? F dash x greater than or equal to 0. First derivative greater than or equal to 0 ആണെങ്കിൽ increasing എന്ന് പറയും. First derivative strictly greater than 0 ആണെങ്കിൽ, അതായത് equal to ഇല്ല എങ്കിൽ strictly increasing എന്ന് പറയും. സ്വാഭാവികമായും first derivative less than or equal to 0 ആണെങ്കിൽ decreasing എന്ന് പറയും. നെക്സ്റ്റ് വൺ, നമ്മുടെ മോഡൽ എക്സാമിനേഷൻ ചോദിച്ച സമാനമായ ക്വസ്റ്റ്യൻ. ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1. മോഡ് എക്സിന്റെ ഗ്രാഫ് അറിയാം, 0യിൽ വെച്ച് ഇങ്ങനെ ഒടിഞ്ഞു പോകും. മോഡ് എക്സ് -1 എന്ന് പറഞ്ഞാൽ ആ -1ൽ വെച്ച് ഒടിഞ്ഞു പോകും. സോ ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -1. മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ സാധിക്കത്തില്ല, -1 ആണ് മിനിമം വാല്യൂ. സോ മിനിമം വാല്യൂ എന്താണ്? -1 അറ്റ് എക്സ് ഈക്വൽ ടു 0. 0 എന്ന പോയിന്റിലാണ് മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ, ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്. പലപ്പോഴും ഒൺവേഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഡയറക്റ്റ് ഫോർമുല 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതിന്റെ സ്പെഷ്യൽ കേസ് ആണ് ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ആൻസർ ടാൻ ഇൻവേഴ്സ് എക്സ്. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 by x square plus 1. e raised to x into a function plus its derivative വന്നാൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് e raised to x into f of x. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? e raised to x into tan inverse x. സോ പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് അതിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ്, ഇന്റഗ്രൽ -π/2 to +π/2 sin raised to 7x dx. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് അത് ഓഡ് ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഓഡ്. സൈൻ റൈസ് ടു 7, സൈൻ ക്യൂബ്, സൈൻ റൈസ് ടു 5 ഇതെല്ലാം ഓഡ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഇതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? 0. ഓക്കെ. നെക്സ്റ്റ് വൺ, the area of the region bounded by the curve y equal to f of x, x-axis and the line x equal to a and x equal to b is integral a to b y dx or integral a to b f of x dx. ഡയറക്റ്റ് ഫോർമുലയാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, find the order and degree of the differential equation d square y by dx square plus dy by dx the whole cube plus y square equal to 0. എന്താണ് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ആ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ്, സോ ഓർഡർ 2. അതിന്റെ പവർ, അതിന്റെ എക്സ്പോണന്റ്, അതിന്റെ പവർ എന്താണ്? 1. അപ്പൊ ഡിഗ്രി എന്താണ്? 1. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx plus 3y equal to e raised to minus 2x. നമുക്കറിയാം ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy by dx plus py equal to q. y-യുടെ കൂടെ ഇരിക്കുന്നതിനാണ് ക്യാപിറ്റൽ P എന്ന് പറയുന്നത്. എങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്ന ഫോർമുല e raised to integral p dx. e raised to integral p എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഇന്റഗ്രൽ 3 dx എന്താണ്? 3x. So answer e raised to integral 3 dx 3x. So integrating factor e raised to 3x. Next one, the number of arbitrary constants in the general solution of the differential equation. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ്, അപ്പോൾ ഓർഡർ 2. അപ്പോൾ ഇതിന്റെ ആൻസർ 2 ആയിരിക്കണം. അതായത് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓർഡർ 5 ആണെങ്കിൽ ആൻസർ 5. ഇവിടെ ഓർഡർ 2 ആയതുകൊണ്ട് ആൻസർ 2 അല്ലെ. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അതാണ് തിയറി. നെക്സ്റ്റ്, ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. യൂണിറ്റ് വെക്ടർ കാണുന്ന ഫോർമുല വെക്ടർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഇവിടെ വെക്ടർ എ i plus j plus k ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? റൂട്ട് ഓഫ് i യുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ 1 സ്ക്വയർ 1, j യുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ 1 സ്ക്വയർ 1, k യുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ 1 സ്ക്വയർ 1, റൂട്ട് 3. അത് ഡിവൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ്, a dot a എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് a സ്ക്വയർ. ടു വെക്ടേഴ്സ് a and b ആർ പെർപെൻഡിക്കുലർ, then a dot b equal to എന്തായിരിക്കും? 0. കണ്ടീഷൻ ഓർമ്മിക്കണം. a cross a, that is also 0. Next, write vector equation of the line x minus 2 by 3 equal to y plus 1 by 2 equal to z by minus 1.
വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണുന്ന ഫോർമുല വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, അത് എഴുതാൻ എളുപ്പ വഴിയുണ്ട്. വെക്ടർ എ ഈക്വൽ ടു ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ പ്ലസ് 2i മൈനസ് 1j പ്ലസ് ഇവിടെ ഒന്നുമില്ല അപ്പൊ പ്ലസ് 0k എന്നാണ് ഓപ്പോസിറ്റ് സൈൻ കേട്ടോ. പ്ലസ് 2i മൈനസ് 1j പ്ലസ് 0k 2i മൈനസ് j പ്ലസ് 0k. വെക്ടർ ബി എന്ന് പറഞ്ഞാൽ പാരലൽ വെക്ടർ, ഡയറക്ഷൻ റേഷ്യോയുടെ വെക്ടർ, ഇതാണ് ഡയറക്ഷൻ റേഷ്യോ. 3i പ്ലസ് 2j മൈനസ് k. നെക്സ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി എ പ്ലസ് ലാംഡ ബി, ദിസ് വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ദിസ് വെക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. If L, M, N are the direction cosines of a line, then L square plus M square plus N square equal to dash. Answer എന്താണ് 1. The direction cosines of x-axis are x-axis ന്റെ direction cosine 1, 0, 0. y-axis ആണെങ്കിൽ 0, 1, 0. z-axis ആണെങ്കിൽ 0, 0, 1. റീസൺ ഇവിടെ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോബബിലിറ്റിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. If A subset of B, then probability of B given A equal to dash. നമുക്കറിയാം A subset probability of B given A കാണുന്ന ഫോർമുല probability of A intersection B by probability of A. A subset of B ആണെങ്കിൽ A intersection B എന്നുള്ളത് +1 പഠിച്ചിട്ടുണ്ട്, സ്മോളസ്റ്റ് സെറ്റ് A ആയിരിക്കും. സോ ന്യൂമറേറ്റർ probability of A by probability of A ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്താണ് 1. Next, if A and B are independent events, then probability of A given B equal to dash. നമുക്കറിയാം എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇതാണ് ഫോർമുല. എയും ബിയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഇത് രണ്ട് ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ. നെക്സ്റ്റ് വെക്ടറിലെ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തി. 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ പാരലൽ, then a cross b ഈക്വൽ ടു എന്തായിരിക്കും? 0. എ വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് ബി. എ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി എന്ന് മാത്രം. തീർച്ചയായും ഡീറ്റെയിൽഡ് ആയിട്ടും റിവിഷൻ ക്ലാസ്സും ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒത്തിരി തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി എന്ന് മാത്രം. തീർച്ചയായും ഫുൾ മാർക്കിന് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള റിവിഷൻ ക്ലാസ്സസ് എന്ന ആ പ്ലേലിസ്റ്റാണ് കാണേണ്ടത്. തീർച്ചയായും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു 50% മാർക്ക് മതി എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ നമ്മുടെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലുള്ള ക്ലാസ്സുകൾ കാണുക. അതുപോലെ തന്നെ റിവിഷന് വേണ്ടിയുള്ള മറ്റൊരു സീരീസാണ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഈ 3 പ്ലേലിസ്റ്റുമാണ് തീർച്ചയായിട്ടും മികച്ച സ്കോർ കണ്ടെത്തുവാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾ കാണേണ്ടത്. ഫുൾ മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും. മികച്ച രീതിയിൽ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി എക്സാമിനേഷൻ മികച്ച രീതിയിൽ എല്ലാവർക്കും എഴുതുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.